കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. അസ്വസ്ഥമായ അയൽപ്പക്കം നമ്മുടെ വീട്ടിലെയും സ്വസ്ഥത നശിപ്പിക്കും. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് കുട്ടി. നേപ്പാളിൽ ഏതാനും ദിവസങ്ങളായി വ്യാപകമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. അഴിമതി ആരോപണത്തെ തുടർന്ന് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യുവജനങ്ങൾ അഥവാ ജെൻസി തെരുവിലിറങ്ങിയത്. ഭരണകൂടത്തിൻ്റെ അഴിമതി പ്രചരിപ്പിക്കുന്നതിന് തടയിടാൻ ദേശീയ സുരക്ഷയുടെ പേരിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടക്കം 26 സമൂഹ മാധ്യമങ്ങൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം തുടങ്ങിയത്. പോലീസ് വെടിവെപ്പിൽ 19 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി രാജിവെച്ച് ഒളിവിൽ പോയിട്ടും പ്രക്ഷോഭം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. പാർലമെൻറ്റ് മന്ദിരമടക്കം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു. ഭക്ത്പൂരിലെ ബാൽക്കോട്ടിലുള്ള ശർമ്മ ഒലിയുടെ വസതിക്ക് സമീപം തടിച്ചുകൂടിയ പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടായ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലിൻ്റെ വീട്ടിലേക്കും പ്രതിഷേധക്കാർ ഇരച്ചു കയറി. സ്ഥാനം രാജിവെച്ച ശർമ്മ ഒലി രാജ്യം വിടാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേപ്പാളി കോൺഗ്രസ് നേതാവ് ഷേർ ബഹാദൂർ ദ്യൂബ, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പുഷ്പകമാൽ ദഹൽ എന്നിവരുടെ വീടുകളും അഗ്നിക്കിരയാക്കി. ദ്യൂബയുടെ ഭാര്യയും വിദേശകാര്യമന്ത്രിയുമായ അർസ്യു ദ്യൂബ റാണയുടെ ഉടമസ്ഥയിലുള്ള സ്കൂളിനും തീയിട്ടു. കാഠ്മണ്ഡുവിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾ ആക്രമിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധക്കാർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ദേശവ്യാപകമായി ജനം തെരുവിലിറങ്ങിയതോടെ ഭരണകൂടം സമൂഹ മാധ്യമ നിരോധനം പിൻവലിച്ചു. എന്നാൽ സമൂഹ മാധ്യമങ്ങൾക്കല്ല, അഴിമതിക്കാണ് വിലക്കേർപ്പെടുത്തേണ്ടതെന്ന് ആവശ്യവുമായി യുവാക്കൾ പ്രതിഷേധം തുടരുകയാണ്. വേക്കപ്പ് നേപ്പാൾ എന്ന മുദ്രാവാക്യത്തെ ഇരു കൈയും നീട്ടിയാണ് യുവ സമൂഹം സ്വീകരിച്ചത്. ഇതിൻ്റെ പ്രതിഫലനമാണ് നാം നേപ്പാളിൽ തെരുവുകളിൽ കണ്ടത്. ഇന്ത്യയുടെ മിക്ക അയൽ രാജ്യങ്ങളും സമീപ വർഷങ്ങളിലായി വലിയ രാഷ്ട്രീയ അസ്വസ്ഥതകൾ നേരിടുകയാണ്. സർക്കാരുകളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വളർന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഭരണകൂടങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന സ്ഥിതിയിലെത്തി. പാകിസ്ഥാൻ ഏറെക്കാലമായി രാഷ്ട്രീയ അസ്ഥിരതയും സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്നു. തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള സംഘങ്ങൾ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും അക്രമങ്ങൾ പതിവാക്കിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി, ഉയർന്ന പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, കുറഞ്ഞുവരുന്ന കരുതൽ ശേഖരം, IMF ആശ്രിതത്വം, കാലാവസ്ഥാ ദുരന്തങ്ങൾ, മാധ്യമ നിയന്ത്രണങ്ങൾ, രേഖകളില്ലാത്ത അഫ്ഗാനികളെ നാടുകടത്തൽ എന്നിവയാണ് സംഘർഷങ്ങൾ വർദ്ധിക്കാൻ കാരണമായത്. 2024 ഓഗസ്റ്റിൽ ബഹുജന പ്രതിഷേധങ്ങളെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടി. അഴിമതിയും സ്വേച്ഛാധിപത്യവും സംബന്ധിച്ച ആരോപണങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ സ്ഥാപിതമായെങ്കിലും രാഷ്ട്രീയ സാഹചര്യം അസ്ഥിരമായി തുടരുന്നു. മ്യാൻമറിലും ആഭ്യന്തര സംഘർഷം, പ്രത്യേകിച്ച് ചിൻ സംസ്ഥാനത്ത് രൂക്ഷമാണ്. 2021 സൈനിക അട്ടിമറിക്ക് ശേഷം 65,000-ലധികം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. US-ഉം സഖ്യകക്ഷികളും രാജ്യത്ത് നിന്ന് പിൻവാങ്ങിയതോടെ താലിബാൻ ഭരണത്തിലായ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ, ISIS, താലിബാൻ വിരുദ്ധ റിപ്പബ്ലിക്കൻ വിരുദ്ധർ എന്നിവർ തമ്മിലുള്ള സംഘർഷം തുടരുന്നു. 2022 ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ പിടിയിലായ ശ്രീലങ്കയിൽ ഇന്ധനം, ഭക്ഷണം, മരുന്ന് എന്നിവയുടെ ദൗർലഭ്യവും കുതിച്ചുയർന്ന പണപ്പെരുപ്പവും ജനങ്ങളെ തെരുവിലിറക്കി. പ്രസിഡന്റ് ഗോതബയ രാജപക്സയ്ക്കും പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സയ്ക്കും രാജിവെച്ച് പലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ ജനതാ വിമുക്തി പെരമുന അധികാരത്തിലെത്തി. അസ്വസ്ഥമായ അയൽപ്പക്കം നമ്മുടെയും സ്വസ്ഥത നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ
അവിടെ സമാധാനം പാലിക്കാൻ, അന്താരാഷ്ട്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് കഴിയാവുന്നത് ചെയ്യാൻ രാജ്യം തയ്യാറാവണം. ഒപ്പം അസ്വസ്ഥതകളുടെയും ജനരോഷത്തിൻ്റെയും കാരണം എന്തെന്ന് തിരിച്ചറിയുകയും വേണം. തൊഴിലായ്മയും മാധ്യമ നിയന്ത്രണങ്ങളും രേഖകളില്ലാത്തതിൻ്റെ പേരിൽ ചില വിഭാഗങ്ങളെ നാട് കടത്തലുമെല്ലാം സംഘർഷങ്ങളുടെ കാരണമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അഴിമതിയും കെടുകാര്യസ്ഥയുമാണ് നിയന്ത്രിക്കേണ്ടത് എന്ന നേപ്പാൾ ജനതയുടെ മുദ്രാവാക്യം ഏത് ഭരണകൂടത്തിനും ബാധകമാണ്. തൊഴിലായ്മ, അമിതമായ വിലക്കയറ്റം, ജാതിയുടെയും വംശത്തിൻ്റെയും പേരിലുള്ള വിഭാഗീയത, അഴിമതി, സ്വജനപക്ഷപാതം, സ്വാഭാവിക നീതി നിഷേധം, ജനാധിപത്യത്തെ തകർക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേട് പോലുള്ള നാട്ടിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ചില്ല എങ്കിൽ നമ്മുടെ നാടാകുന്ന വീട്ടിലും അയൽ വീടുകളിലെ അസ്വസ്ഥതകൾ വന്നു ചേരാം. അതിനാൽ അരാഷ്ട്രീയവാദികളായ നമ്മുടെ ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉണരേണ്ട സമയമായി. ഉണർന്ന് പ്രവർത്തിച്ച് ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരാൻ കഴിയൂ. അതിലേക്ക് നമുക്കൊന്നു ചേരാം.